അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയായി 70 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 71ാമത്തെ ആയത്താണ് പഠിക്കാൻ പോകുന്നത്. എല്ലാ പാഠഭാഗങ്ങളും വളരെ എളുപ്പത്തിൽ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും പടച്ചവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. ഇനി നമുക്ക് ഈ ആയത്തിന്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഖാല യഖൂലു ബഖറത്തുൻ. ഈ സ്ഥലങ്ങളിൽ ഖാഫ്, റ എന്നിവ തഫ്ഖീം ചെയ്യണം. അതുപോലെ ഇന്നഹു, ഇന്നഹ, ഈ രണ്ട് സ്ഥലങ്ങളിലും നൂന് ശദ്ദുണ്ട്, രണ്ട് ഹർക്കത്ത് മണിച്ചിരിക്കണം. ഇന്നഹു അവിടെ മദ് അസ്ലിയുടെ നിയമമാണ്. ബഖറത്തുല്ല ഇത് ബിഗൈരി ഉന്ന, നൂനിനെ മറച്ചു വെച്ച് മണിക്കാതെ ചേർത്തി ഓതണം. ദലൂലുൻ തുസീർ അവിടെ ഇഖ്ഫാഇന്റെ നിയമമാണ്. നൂനിനെ മറച്ചു വെച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. അതേപോലെ തുസീറു അൽ അർള വലാ തസ്ഖീൽ ഹർസ, അതേപോലെ കാലു എന്നീ സ്ഥലങ്ങളിൽ റ, വാദ്, ഖാഫ്, അതേപോലെ റ, ഖാഫ് എന്നിവ തഫ്ഖീം ചെയ്യണം. പിന്നെയുള്ളത് മുസല്ലമത്തുൽ ലാ ശിയത ഫീഹ, അവിടെയും ഇദ്ഗാം ബിഗൈരി ഉന്നയാണ്. നൂനിനെ മറച്ചു വെച്ച് മണിക്കാതെ ചേർത്തി ഓതണം. കാലുൽ ആന അവിടെ മദ് അസ്ലിയുടെ നിയമമാണ്. ബിൽ ഹഖ് അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഹഖ് ഖാഫിന് സുക്കൂൻ കൊടുക്കണം. പിന്നെ അവിടെ ഖാഫിന് ഷദ്ദുള്ളത് കൊണ്ട് കൽക്കലയുടെ നിയമവും വരും. യഫ്അലൂൻ മദ് ആരിൽ സുക്കൂൻ. ഇതാണ് ഈ ആയത്തിന്റെ തജ്വീദ് നിയമം. ഇനി നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം. അപ്പോൾ മൂസ പറഞ്ഞു, നിലം ഉഴുതുവാനോ വിള നനയ്ക്കുവാനോ ഉപയോഗിക്കപ്പെടുത്തുന്നതല്ലാത്ത, പാടുകളൊന്നുമില്ലാത്ത അവികലമായ ഒരു പശുവായിരിക്കണം അതെന്നാണ് അള്ളാഹു പറയുന്നത്. അവർ പറഞ്ഞു, ഇപ്പോഴാണ് താങ്കൾ ശരിയായ വിവരം വെളിപ്പെടുത്തിയത്. അങ്ങനെ അവർ അതിനെ അറുത്തു. അവർക്കത് നിറവേറ്റുക എളുപ്പമായിരുന്നില്ല. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇനി വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നഹു യഖൂലു അവൻ പറയുന്നു, ഇന്നഹ ബഖറത്തുൻ അത് ഒരു പശുവാകും, ലാ ദലൂലും വിധേയമായത്, ശീലിച്ചത്, ഉപയോഗിച്ചത്, പരിചയിപ്പിക്കപ്പെട്ടത് അല്ല. തുസീറു ഉഴുമാറ്, അൽ അർള ഭൂമിയെ, വലാ തസ്കി നനക്കുകയുമില്ല, അൽ ഹർസ വിലയെ, കൃഷിയെ, മുസല്ലമത്തു സുരക്ഷിതമായത്, ലാശ്യത വർണ്ണത്തിന്റെ യാതൊരു കലർപ്പുമില്ലാത്ത, ഫിഹ അതിൽ, കാലു അവർ പറഞ്ഞു, അൽ ആന ഇപ്പോൾ, ജിഅത താങ്കൾ വന്നു, ബിൽ ഹഖ് യഥാർത്ഥവും കൊണ്ട്, ഫദബഹൂഹ അങ്ങനെ അവർ അതിനെ അറുത്തു, വമാ കാദു അവർ ആകുമായിരുന്നില്ല, യഫ്അലൂൻ അവർ ചെയ്യും. ഇതാണ് ഈ ആയത്തിന്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്കിത് മനഃപ്പാഠമാക്കാൻ നോക്കാം. قال إنه يقول إنها بقرة لا ذلول قال إنه يقول إنها بقرة لا ذلول. ബൈഹാത്താക്കുമ്പോൾ വിരൽ ഒരു അക്ഷരത്തിൻ്റെ വെച്ച് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഓതണം. എന്നാൽ മാത്രമേ മനസ്സിൽ പതിയുകയുള്ളൂ. قال إنه يقول إنها بقرة لا ذلول. നമുക്കിതൊന്ന് കാണാതെ നോക്കാം.
മനസ്സിൽ പതിയുന്നത് വരെ 4-5 തവണ ആവർത്തിച്ച് ഓതണം. മനസ്സിൽ പതിനതിനു ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. തുസീറുൽ അർള വലാ തസ്ഖിൽ ഹർസ, തുസീറുൽ അർള വലാ തസ്ഖിൽ ഹർസ, തുസീറുൽ അർള വലാ തസ്ഖിൽ ഹർസ. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം. മുസല്ലമത്തുൽ ലാ ശിയത ഫീഹാ, മുസല്ലമത്തുൽ ലാ ശിയത ഫീഹാ, മുസല്ലമത്തുൽ ലാ ശിയത ഫീഹാ. ഇനി ഒന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വരി ഒന്ന് കൂട്ടി വെച്ച് ചോദിച്ചു നോക്കാം. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. കാണാതെ നോക്കൂ. മനസ്സിൽ പതിനെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. قالوا الآن جئت بالحق, قالوا الآن جئت بالحق, قالوا الآن جئت بالحق. കാണാതെ നോക്കൂ. മനസ്സിൽ പതിനെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. فذبحوها وما كادوا يفعلون وإذ فذبحوها وما كادوا يفعلون وإذ فذبحوها وما كادوا يفعلون وإذ. കാണാതെ നോക്കൂ. മനസ്സിൽ പതിനെങ്കിൽ നമുക്ക് ഈ ഒരു കൂട്ടി വെച്ച് നോക്കാം. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون وإذ قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون وإذ قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون وإذ. ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിനെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി നോക്കാം. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون وإذ قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون وإذ قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق
فذبحوها وما كادوا يفعلون. ഇതൊന്ന് കാണാതെ നോക്കൂ. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നത് വരെ ഓതിക്കൊണ്ടേയിരിക്കണം. എത്ര തവണ നിങ്ങൾ ഓതുന്നു അത്രയും തവണ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. ഇത് മനഃപ്പാഠമാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. മനഃപ്പാഠമാക്കിയതിന് ശേഷം ഈ ആയത്ത് നിങ്ങൾ 20 തവണയെങ്കിലും ആവർത്തിച്ചോതണം. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ, നിസ്കാരത്തിൽ, യാത്രയിൽ, അല്ലാത്ത സമയങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ മെമ്മറി എന്നെന്നും നിലനിൽപ്പിക്കാൻ സഹായിക്കും. അതേപോലെ പഠിച്ചതിന് ശേഷം നിങ്ങളൊരു നല്ല ഖിറാഅത്ത് കേൾക്കുക പഠിച്ച ഭാഗങ്ങളുടെ. അത് നിങ്ങളുടെ ഖിറാഅത്ത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും. അടുത്ത ആയത്തുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.